മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 6. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് തൻ്റെ പിതൃനഗരത്തിലെത്തി. ശിഷ്യർ തന്നെ അനുഗമിച്ചു. ശബ്ബത്തായപ്പോൾ യേശു സിനഗോഗിൽ പഠിപ്പിക്കാൻ തുടങ്ങി. പലരും അത് കേട്ട് വിസ്മയിച്ചു. എവിടെ നിന്നാണ് ഇയാൾക്ക് ഇവയെല്ലാം ലഭിച്ചത്? ഇയാൾക്ക് കിട്ടിയ ഈ ജ്ഞാനവും ഇയാളുടെ കൈകൊണ്ട് നടക്കുന്ന വീര്യപ്രവൃത്തികളും എങ്ങനെ? ഇയാൾ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇയാളുടെ സഹോദരിമാരും ഇവിടെ നമ്മോടുകൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് യേശുവിൽ അവർ ഇടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകൻ സ്വദേശത്തും ബന്ധുക്കളുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തികളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസത്തിൽ യേശു ആശ്ചര്യപ്പെട്ടു. അനന്തരം യേശു ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം യേശു തൻ്റെ 12 ശിഷ്യരെ അടുത്ത് വിളിച്ചു. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം നൽകി. 2 പേരായി അയച്ചു തുടങ്ങി. യാത്രയ്ക്ക് വെറുമൊരു വടിയല്ലാതെ അപ്പമോ സഞ്ചിയോ മടിയിൽ പണമോ എടുക്കരുത് എന്ന് അവരോട് നിർദ്ദേശിച്ചു. ചെരുപ്പ് ധരിക്കാം, എന്നാൽ 2 ഉൾവസ്ത്രം അരുത്. നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടു പോകുന്നത് വരെ അവിടെ തന്നെ താമസിക്കുക. നിങ്ങളെ സ്വീകരിക്കാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരിക്കുന്ന ഏത് സ്ഥലവും വിട്ടുപോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിനടിയിലെ പൊടി കുടഞ്ഞു കളയുക. അങ്ങനെ അവർ പുറപ്പെട്ട് ജനങ്ങളോട് മാനസാന്തരപ്പെടണം എന്ന് പ്രഘോഷിച്ചു. അനവധി ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികളുടെ മേൽ എണ്ണ പൂശി അവരെ സൗഖ്യമാക്കുകയും ചെയ്തു. ഈ കാര്യങ്ങൾ ഹെരോദ രാജാവും കേട്ടു. എന്തെന്നാൽ യേശുവിൻ്റെ നാമം പ്രശസ്തമായി കഴിഞ്ഞിരുന്നു. യോഹന്നാൻ സ്നാപകൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ അത്ഭുത ശക്തികൾ അദ്ദേഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് ആളുകൾ പറയുന്നുണ്ടായിരുന്നു. മറ്റു ചിലരാകട്ടെ അദ്ദേഹം ഏലിയാവാണ് എന്ന് പറഞ്ഞു. വേറെ ചിലരോ പുരാതന കാലത്തെ പ്രവാചകന്മാരെ പോലെയുള്ള ഒരു പ്രവാചകനാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. എന്നാൽ ഹെരോദാവ് ഇത് കേട്ടപ്പോൾ, ഞാൻ ശിരച്ഛേദം ചെയ്ത യോഹന്നാൻ ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങി. എന്തെന്നാൽ ഹെരോദാവ് തന്നെയായിരുന്നു ആളയച്ച് യോഹന്നാനെ പിടികൂടി ജയിലിൽ അടച്ചത്. ഹെരോദാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യയായിരുന്ന ഹെരോദിയയെ വിവാഹം ചെയ്തിരുന്നു. അവൾ നിമിത്തമായിരുന്നു അങ്ങനെ ചെയ്തത്. സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കിയത് നിയമവിരുദ്ധമാണ് എന്ന് ഹെരോദാവിനോട് യോഹന്നാൻ പലവട്ടം പറഞ്ഞിരുന്നു. ഇത് നിമിത്തം ഹെരോദ്യയ്ക്ക് യോഹന്നാന്റെ നേരെ വിദ്വേഷമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചെങ്കിലും സാധ്യമായില്ല. കാരണം യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമായ പുരുഷൻ എന്ന് ഹെരോദാവ് അറിഞ്ഞിരുന്നതിനാൽ തന്നെ ഭയപ്പെടുകയും പരിരക്ഷിക്കുകയും ചെയ്തു പോന്നിരുന്നു. യോഹന്നാന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അസ്വസ്ഥനാകുമായിരുന്നു. എങ്കിലും ഹെരോദാവ് അത് സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. ഹെരോദാവ് തൻ്റെ ജന്മദിനത്തിൽ തൻ്റെ പ്രഭുക്കന്മാർക്കും സഹസ്രാധിപതികൾക്കും ഗലീലയിലെ പ്രമുഖർക്കും വേണ്ടി ഒരു വിരുന്ന് നൽകിയപ്പോൾ ഹെരോദ്യയ്ക്ക് അനുയോജ്യമായ ദിവസം വന്നു. അന്ന് ഹെരോദിയയുടെ മകൾ വന്ന് നൃത്തം ചെയ്തു ഹെരോദാവിനെയും വിരുന്നിൽ പങ്കെടുത്തവരെയും സന്തോഷിപ്പിച്ചു. രാജാവ് പെൺകുട്ടിയോട്, നിനക്ക് ആഗ്രഹമുള്ളതെന്തും എന്നോട് ചോദിക്കുക, അത് ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞു. നീ എന്ത് ചോദിച്ചാലും രാജ്യത്തിൻ്റെ പകുതി വരെയും ഞാൻ നിനക്ക് തരുമെന്ന് ഹെരോദാവ് പെൺകുട്ടിയോട് പ്രതിജ്ഞ ചെയ്തു. അവൾ പുറത്തിറങ്ങി അമ്മയോട്, ഞാൻ എന്ത് ചോദിക്കണം എന്ന് ചോദിച്ചതിന്, യോഹന്നാൻ സ്നാപകന്റെ ശിരസ് എന്ന് അവൾ പറഞ്ഞു. ഉടൻ തന്നെ പെൺകുട്ടി തിടുക്കത്തിൽ രാജാവിൻ്റെ അടുത്ത് വന്ന്, യോഹന്നാൻ സ്നാപകന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് ഇപ്പോൾ തന്നെ എനിക്ക് തരണമെന്ന് പറഞ്ഞു. രാജാവ് വളരെ ദുഃഖിച്ചെങ്കിലും തൻ്റെ പ്രതിജ്ഞയും വിരുന്നിലെ പങ്കാളികളും നിമിത്തം അവളെ നിരസിക്കാൻ മനസ്സായില്ല. രാജാവ് ഉടൻ തന്നെ ഒരു സേവകനെ അയച്ച് യോഹന്നാൻ സ്നാപകന്റെ ശിരസ് കൊണ്ടുവരുന്നതിന് കൽപ്പന നൽകി. അയാൾ ചെന്ന് ജയിലിൽ വച്ച് യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു. ശിരസ് ഒരു തളികയിലാക്കി കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു. അവൾ അത് അമ്മയ്ക്ക് നൽകി. യോഹന്നാന്റെ ശിഷ്യർ ഇത് കേട്ടിട്ട് വന്ന് അദ്ദേഹത്തിന്റെ ശരീരം എടുത്ത് ഒരു കല്ലറയിൽ സംസ്കരിച്ചു. അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതുമെല്ലാം യേശുവിനെ അറിയിച്ചു. അപ്പോൾ യേശു അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് മാറിയിരുന്നു
അല്പം വിശ്രമിക്കുക എന്ന് പറഞ്ഞു. ധാരാളം ആളുകൾ വരികയും പോകുകയും ചെയ്തിരുന്നതുകൊണ്ട് ശിഷ്യർക്ക് ആഹാരം കഴിക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല. അങ്ങനെ അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവർ പോകുന്നത് പലരും കണ്ടറിഞ്ഞ് എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടി അവർക്ക് മുമ്പേ എത്തി. യേശു പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആവുകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞു പലതും ഉപദേശിച്ചു തുടങ്ങി. പിന്നെ നേരം നന്നേ വൈകിട്ട് ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന്, ഇത് നിർജ്ജന പ്രദേശമല്ലോ, നേരവും നന്നേ വൈകി, ഭക്ഷിപ്പാൻ ഇല്ലായ്കയാൽ അവർ ചുറ്റുമുള്ള കുടികളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട്, ചെന്ന് നോക്കുവിൻ എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5, 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ യേശു അവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തി പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. അവർ 100ഉം 50ഉം വീതം നിരനിരയായി ഇരുന്നു. യേശു ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ 2 മീനും എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. കഷ്ണങ്ങളും മീൻ നുറുക്കും 12 കുട്ട നിറച്ചെടുത്തു. അപ്പം തിന്നവരോ 5000 പുരുഷന്മാർ ആയിരുന്നു. താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തൻ്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ ബെത്സയിദയ്ക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു. അവരെ പറഞ്ഞയച്ചു വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ച് വലയുന്നത് യേശു കണ്ട് ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. യേശു കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് അവർ നിരൂപിച്ച് നിലവിളിച്ചു. എല്ലാവരും യേശുവിനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ യേശു അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പിന്നെ യേശു അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി കാറ്റമർന്നു. അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ചാശ്ചര്യപ്പെട്ടു. അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. അവർ അക്കരെ എത്തി ഗന്നേസരത്ത് ദേശത്ത് അണഞ്ഞു. അവർ പടകിൽ നിന്നും ഇറങ്ങിയ ഉടനെ ജനങ്ങൾ യേശുവിനെ അറിഞ്ഞു. ആ നാട്ടിലൊക്കെയും ചുറ്റിയോടി. യേശു ഉണ്ട് എന്ന് കേൾക്കുന്ന ഇടത്തേക്ക് ദീനക്കാരെ കിടക്കയിൽ എടുത്തും കൊണ്ടുവന്ന് തുടങ്ങി. ഊരുകളിലോ പട്ടണങ്ങളിലോ കുടികളിലോ യേശു ചെന്നിടത്തൊക്കെയും അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്നു വെച്ചു. യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും യേശുവിനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരികയും ചെയ്തു.